നമ്മുടെ നൈട്രേഷൻ റിയാക്ഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമുക്ക് 2,4,6 ട്രൈ നൈട്രോഫീനോൾ ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഓർത്തോ നൈട്രോഫീനോളും അതുപോലെ തന്നെ പാരാ നൈട്രോഫീനോളും മാത്രമായിട്ട് കിട്ടണമെങ്കിൽ ഇൻ ഓർഡർ ടു ഗെറ്റ് ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ, ഇത് രണ്ടിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ട്രീറ്റ് ഫീനോൾ എടുക്കുക. ഫീനോളിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യണം? വി ഹാവ് ടു ട്രീറ്റ് ഫീനോൾ വിത്ത് ഡയല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫീനോൾ എടുക്കുക, ഫീനോളിനെ ഡയല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യണം. ലോവർ ടെമ്പറേച്ചർ കൊടുക്കണം. ഒരു 298 കെൽവിൻ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമായിട്ട് നമുക്ക് എന്ത് കിട്ടും? നൈട്രോ ഗ്രൂപ്പ് NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ഓർത്തോ നൈട്രോഫീനോളും അതുപോലെ തന്നെ പാരാ നൈട്രോഫീനോളും നമുക്ക് കിട്ടും. So what is this? This is ortho nitrophenol. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോ നൈട്രോഫീനോൾ. ഇത് പാരാ പൊസിഷനിലായതുകൊണ്ട് ഇതിനെ നമ്മൾ പാരാ നൈട്രോഫീനോൾ എന്ന് പറയും. അപ്പോൾ ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫീനോൾ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഡയല്യൂട്ട് നൈട്രിക് ആസിഡ്. ഫീനോളിനെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഡയല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് 298 കെൽവിൻ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും കിട്ടും. ഓക്കെ, നമുക്ക് നോർമലി ഈ ഓർത്തോ ആൻഡ് പാരാ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഓർത്തോ നൈട്രോഫീനോൾ പാരാ നൈട്രോഫീനോൾ എന്നൊക്കെ പറയുന്ന ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ മെത്തേഡ് ഉണ്ട്. നമുക്ക് അത് യൂസ് ചെയ്യാം. സോ ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ വി ക്യാൻ യൂസ് എന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്. ഓക്കെ, അപ്പൊ സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ് ഉപയോഗിച്ചാൽ മതി. ഇതിൽ തന്നെ ഓർത്തോ നൈട്രോഫീനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഓർത്തോ നൈട്രോഫീനോൾ എന്ന് പറയുന്നത് അത് സ്റ്റീം വോളറ്റൈൽ ആണ്. ഇറ്റ് ഈസ് സ്റ്റീം വോളറ്റൈൽ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് സ്റ്റീം വോളറ്റൈൽ ആയെന്ന് ചോദിച്ചാൽ പിന്നെ ഈ പറയുന്ന ഓർത്തോ നൈട്രോഫീനോളിനകത്ത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ പാരാ നൈട്രോഫീനോൾ എപ്പോഴും ലെസ് വോളറ്റൈൽ ആയിരിക്കും. കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ ഉണ്ടെങ്കിലും അസോസിയേഷൻ മോളിക്യൂൾസിന്റെ അസോസിയേഷൻ പ്രോസസ്സ് അവിടെ നടക്കും. അതുകൊണ്ട് തന്നെ പാരാ നൈട്രോഫീനോൾ ലെസ് വോളറ്റൈൽ ആയിരിക്കും കാണപ്പെടുന്നത്. സോ ഇത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് വലിയ ഒരു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സംഭവമല്ല, അത് പഠിക്കേണ്ടതല്ല. എന്നാലും ജസ്റ്റ് മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓർത്ത് വെക്കുക. ഓർത്തോ ആൻഡ് പാരാ ഐസോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്. ആൻഡ് കമ്പയറിംഗ് ഓർത്തോ nitrophenol and paranitrophenol, it is said that orthonitrophenol ആണ് എന്ത്? It is steam volatile ആണ്. paranitrophenol അത്രയുമല്ല, ലെസ് volatile ആണ്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഓർത്തോ നൈട്രോഫീനോളിനകത്ത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പുറത്ത് പാരാ നൈട്രോഫീനോളിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നടക്കുന്നത്. അത് മോളിക്യൂൾസിന്റെ അസോസിയേഷനും കാരണമാകും. സോ ദാറ്റ് ഇസ് ദ reason. Okay, so next we will discuss halogenation reaction. എന്താണ് ഹാലജനേഷൻ റിയാക്ഷൻ? എന്താണ് ഹാലജനേഷൻ എന്ന് പറയുന്നത്? അഡീഷൻ ഓഫ് ഹാലജൻ. ഹാലജൻസിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലജനേഷൻ റിയാക്ഷൻ എന്ന് പറയും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫീനോൾ വി ഹാവ് ടു കൺസിഡർ ഫീനോൾ. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ ഫീനോൾ. ഫീനോളിനെ നമ്മൾ ബെൻസിൻ റിങ്ങിൽ OH ആണ് ഫീനോൾ. ഫീനോളിനെ നമ്മൾ ഹാലജനേഷൻ അല്ലേ, അപ്പോൾ ഹാലജനേഷൻ ആകുമ്പോൾ നമുക്ക് ബ്രോമിൻ വാട്ടർ എടുക്കുകയാണ്. ഓക്കെ, സോ ഫീനോൾ ഈസ് ബ്രോമിനേറ്റഡ് ചെയ്യാണ്. സോ ബ്രോമിൻ വാട്ടറിന്റെ പ്രസൻസിൽ അതുപോലെ തന്നെ in presence of CS2, that is carbon disulfide അല്ലെങ്കിൽ CHCl3. what is CHCl3? ക്ലോറോഫോം. ഇതിന്റെ പ്രസൻസിൽ ലോ ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടത്തേണ്ടത്. അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് ഓർത്തോ ബ്രോമോഫീനോളും അതുപോലെ തന്നെ പാരാ ബ്രോമോഫീനോളും നമുക്ക് കിട്ടും. ഓർത്തോ ബ്രോമോഫീനോൾ ആൻഡ് പാര എന്ന് വെച്ചാൽ ഓർത്തോ പൊസിഷനിലും അതുപോലെ തന്നെ പാരാ പൊസിഷനിലും എന്ത് വരും?
ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യും. സോ ദിസ് ഓർത്തോ ബ്രോമോഫീനോൾ ആൻഡ് ദിസ് ഇസ് പാരാ ബ്രോമോഫീനോൾ. സോ ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹാലജൻ ആണ്. സോ വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ in presence of CS2 carbon disulfide അല്ലെങ്കിൽ ക്ലോറോഫോം we will get at low temperature നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ ബ്രോമോഫീനോൾ കിട്ടും, അതുപോലെ തന്നെ പാരാ ബ്രോമോഫീനോളും കിട്ടും. ഇതിൽ തന്നെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പാരാ ബ്രോമോഫീനോൾ ആയിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പാരാ ബ്രോമോഫീനോൾ വിൽ ബി ആക്ടിങ് ആസ് ദി മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഫീനോളിനെ ബ്രോമിൻ വാട്ടർ മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, വെൻ ഫീനോൾ ഇസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. സോ ഇതാണ് നമ്മുടെ ഫീനോള്. ഈ ഫീനോളിനെ നമ്മൾ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. സോ ദിസ് ഇസ് ഫീനോൾ വെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് 3 molecules ഓഫ് ബ്രോമിൻ വാട്ടർ. നമ്മൾ ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉള്ള ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉള്ള ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ഇവിടെ ഓർത്തോ പൊസിഷനിൽ 3 Br2 ആണ് അല്ലേ. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും എല്ലാം ബ്രോമിൻ വന്നങ്ങ് അറ്റാച്ച് ചെയ്യും. സോ ദ നെയിം ഈസ് 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ. എന്താണ് ഇതിന്റെ പേര്? 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ അല്ലേ. 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ എന്നാണ് ഇതിന്റെ പേര്. സോ വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ, ഫീനോളിനെ ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട്? 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ അല്ലേ. അതാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. വിച്ച് ഈസ് ദ ഫസ്റ്റ് റിയാക്ഷൻ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് 2 റിയാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന് നൈട്രേഷൻ റിയാക്ഷനും 2 ഹാലജനേഷൻ റിയാക്ഷനും. നൗ ദ സെക്കൻഡ് റിയാക്ഷൻ ഈസ് കോൾബ്സ് റിയാക്ഷൻ. എന്താണ്? കോൾബ്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷനാണ് സെക്കൻഡ് റിയാക്ഷനായിട്ട് വരുന്നത്. അപ്പം ഈ കോൾബ്സ് റിയാക്ഷനിൽ എന്താണ് നമ്മൾ നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ ഫീനോൾ. നമ്മൾ ഫീനോളിനെ ആദ്യം കൺസിഡർ ചെയ്യുക. ഫീനോൾ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്താ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രത്യേകത? സോഡിയം ഹൈഡ്രോക്സൈഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് അല്ലേ. സോ വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു കറസ്പോണ്ടിങ് ഫിനോക്സൈഡ് ആയിരിക്കും. എന്താണ്? ഒരു കറസ്പോണ്ടിങ് ഫിനോക്സൈഡ് ആയിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്നത്. ONA ഹൈഡ്രജൻ മാറി എവിടേക്ക് ആര് വരുന്നു? സോഡിയം വരുന്നു. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? സോഡിയം ഫിനോക്സൈഡ്. ഇതിന്റെ പേരാണ് സോഡിയം ഫിനോക്സൈഡ്. ഓക്കെ, ഈ സോഡിയം ഫിനോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യണം. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആസിഡിഫൈയും കൂടെ ചെയ്യണം. സോ ദ സോഡിയം ഫിനോക്സൈഡ് വിച്ച് ഈസ് ഫോംഡ് വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, that should be treated with or that should be followed, reaction should be followed by എന്താണ്? by adding carbon dioxide and acidification അല്ലേ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ബെൻസിൻ റിംഗ് വന്നു, ഇവിടെ ഒരു OH ഉണ്ട്, ആൻഡ് ഹിയർ ഇവിടെ വീണ്ടും ഹൈഡ്രജൻ വന്ന് റീപ്ലേസ് ചെയ്യും. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. And here we will be getting COOH. എന്താണ്? COOH അല്ലേ. അപ്പൊ എന്താണിത്? The first position, second position, sorry, this is the first position, second position. Okay, so here we get 2-hydroxy benzoic acid. എന്താണ് പേര്? 2-hydroxy benzoic acid എന്ന് പറയും. അതല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, സാലിസിലിക് ആസിഡ്. എന്താണ്? സാലിസിലിക് ആസിഡ്. ഓക്കെ, സോ 2-hydroxy benzoic acid അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ,
സോ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത് കോൾബ്സ് റിയാക്ഷൻ ആണ് പറഞ്ഞത്. കോൾബ്സ് റിയാക്ഷനിൽ വാട്ട് വി ഹാവ് ടു ഡു, ഫീനോൾ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഫീനോളിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യണം? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ കിട്ടുന്നത്? ഇതങ്ങ് എലിമിനേറ്റഡ് ആയിട്ട് പോയി. ഓക്കെ, ബാക്കി ONA, ദാറ്റ് ഈസ് ബെൻസിൻ റിങ്ങിൽ ONA, എന്താ അത്? സോഡിയം ഫിനോക്സൈഡ് ആണ്. ഓക്കെ, ഈ സോഡിയം ഫിനോക്സൈഡിന്റെ കൂടെ എന്താ ആഡ് ചെയ്ത് കൊടുക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് ട്രീറ്റ് ചെയ്യുക, അതിനോടൊപ്പം ആസിഡിഫിക്കേഷൻ നടത്തുക, ഒരു ആസിഡിന്റെ പ്രസൻസിലൂടെ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എൻഡിലേക്ക് COOHും ഈ ഹൈഡ്രജനും ഇങ്ങോട്ട് പോകും. സോ നമുക്ക് ബെൻസിൻ റിങ്ങിൽ ഒരു OHും ഒരു COOHും കിട്ടും. നെയിം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ആസിഡ് ഈസ് സാലിസിലിക് ആസിഡ്. എന്താണ് സാലിസിലിക് ആസിഡ്? അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് എന്ത്? 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. എന്താണ്? 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. Now the third reaction is Reimer-Tiemann reaction. എന്താണ് പേര്? Reimer-Tiemann reaction. ഓക്കെ, Reimer-Tiemann reaction അത് നമ്മൾ എന്താണ് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. First we have to take, so we are discussing the reactions of phenol. ഫീനോളിന്റെ റിയാക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫീനോളിനെയാണ് നമ്മൾ ഓരോ പെർട്ടിക്കുലർ റിയേജൻസുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. So phenol, when it is treated with chloroform CHCl3, അതുപോലെ തന്നെ aqueous NaOH. അപ്പം ഫീനോളിനെ ക്ലോറോഫോമും അതുപോലെ തന്നെ aqueous NaOHുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിക്കുന്നു. aqueous NaOHുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കൊരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ആ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സോഡിയം ഫിനോക്സൈഡ് പോലെ വന്നിട്ട് അതിലേക്ക് ഒരു CHCl2 ഗ്രൂപ്പും കൂടി അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. സോ ദിസ് ഇസ് ആൻ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്. Okay, so when phenol is treated with chloroform and aqueous NaOH, first we'll be getting an intermediate compound. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് വീണ്ടും ട്രീറ്റ് ചെയ്യുക. ഇറ്റ് ഷുഡ് ട്രീറ്റ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബെൻസീൻ O-Na+, അല്ലേ? സോ ഇവിടുത്തെ CHCl2ന് പകരം CHO ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ട്രീറ്റ് ചെയ്തപ്പോൾ എഗെയിൻ നമുക്ക് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഇന്റർമീഡിയറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എഗെയിൻ ആസിഡിഫിക്കേഷൻ നടത്തണം. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് NaOHും H+ഉം കാണിച്ചിട്ട് ഫൈനൽ പ്രോഡക്റ്റ് എഴുതുന്നതിനും തെറ്റില്ല. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഹൈഡ്രജൻ വീണ്ടും ഇതിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് OH വരും, ഇവിടെ CH. ഓക്കെ, സോ ദിസ് ഇസ് എൻ ആൽഡിഹൈഡ് അല്ലേ? OH ഗ്രൂപ്പും ഉണ്ട്, ഒരു ആൽഡിഹൈഡിക് ഗ്രൂപ്പും ഉണ്ട്. ഇതിന്റെ പേര് സാലിസിൽ ആൽഡിഹൈഡ്. എന്താണ്? സാലിസിൽ ആൽഡിഹൈഡ്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഇതിന്, ആ പേരും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓർത്തോ പൊസിഷനിലാണ് CHO ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? CHO ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളിന് വേണം നമ്മൾ നമ്പർ കൊടുക്കാൻ. അപ്പൊ ഇതാണ് സെക്കൻഡ് നമ്പർ വരുന്നത്. അതായത് ഇതിന്റെ ഓർത്തോ പൊസിഷൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആള്. ഓക്കെ, അപ്പൊ ഇതാണ് ഓർത്തോ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ്. ഓക്കെ, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് എന്ന് പറയും, അതല്ലെങ്കിൽ സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറയും. So this is Reimer-Tiemann reaction. Reimer-Tiemann reactionൽ first we have to take phenol. ഫീനോളിനെ ക്ലോറോഫോമും aqueous സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഫസ്റ്റ് നമുക്കൊരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. That should be again treated with sodium hydroxide. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെയും അതുപോലെ തന്നെ H+ന്റെ പ്രസൻസിൽ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുമ്പോൾ റിങ്ങിൽ ഒരു OHും ഒരു CHO ഗ്രൂപ്പും കൂടെ വരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാലിസിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് എന്ന് പറയും. ഓക്കെ, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ്. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഇസ് ഓക്കെ. റിയാക്ഷൻ മനസ്സിലായല്ലോ?
Now the fourth reaction എന്ന് പറയുന്നത് reaction with sink dust. എന്താണ്? reaction with sink dust. സിങ്ക് ഡസ്റ്റുമായിട്ടുള്ള ഫീനോളിന്റെ റിയാക്ഷൻ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫീനോളിനെ ട്രീറ്റ് ചെയ്യുക. ഫീനോളിനെ നമ്മൾ എടുത്തു. ദിസ് ഇസ് അവർ ഫീനോൾ. ദിസ് ഫീനോൾ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് സിങ്ക്, അല്ലേ? സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. ZnO ഇങ്ങ് മാറും, കണ്ടോ? ZnO. ബാക്കി എന്തുണ്ട്? ഈ റിങ്ങിലേക്ക് ഹൈഡ്രജൻ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. റിങ്ങിൽ ഹൈഡ്രജൻ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? ദിസ് ഇസ് ബെൻസീൻ. ഓക്കെ, എന്താണിത്? ബെൻസീൻ ആണ്. നമുക്ക് ബെൻസീൻ കിട്ടും. അലോങ് വിത്ത് ദാറ്റ് ZnOയും കിട്ടും. So this is the reaction. This is very important reaction with zinc dust. So phenol, this is phenol. When it is treated with zinc dust, നമുക്ക് എന്താ കിട്ടുന്നത്? ഇതിനെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബെൻസീനും സിങ്ക് ഓക്സൈഡുമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണിത്. സോ നമ്മൾ രണ്ട് റിയാക്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. റേമർ-ടേമൻ റിയാക്ഷൻ എന്താ കിട്ടുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് റേമർ-ടേമൻ റിയാക്ഷൻ, when phenol is treated with chloroform and aqueous NaOH, first we will be getting intermediate product. എന്നിട്ട് ആ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റിനെ വീണ്ടും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടും ആസിഡുമായിട്ടും ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാലിസിൽ ആൽഡിഹൈഡ് ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ഓക്കെ, ഫോർത്ത് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്, അല്ലേ? സിങ്ക് ഡസ്റ്റുമായിട്ടുള്ള റിയാക്ഷൻ. ഫീനോളിനെ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യുക, നല്ലോണം ഹീറ്റ് ചെയ്യണം. ബെൻസീനും ZnOയുമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ഹൗ ഫീനോൾ ക്യാൻ ബി കൺവേർട്ടഡ് ടു ബെൻസീൻ എന്ന് ചോദിച്ചാൽ യു ക്യാൻ ഗിവ് ദിസ് പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഫീനോളിനെ നമുക്ക് ഇതുമായിട്ട് ട്രീറ്റ് ചെയ്ത് ബെൻസീനാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, So here is the fifth reaction of phenol. ഫീനോളിന്റെ അഞ്ചാമത്തെ റിയാക്ഷൻ ആണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾ. ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഹിയർ ഈസ് ദ ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾ. ഫീനോളിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നമ്മൾ ഇനിയും പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫീനോളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പോവാണ്. സോ ദിസ് ഇസ് ഫീനോൾ. വെൻ ഫീനോൾ ഈസ് ഓക്സിഡൈസ്ഡ് വിത്ത് ക്രോമിക് ആസിഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു ക്രോമിക് ആസിഡുമായിട്ട്, നമ്മളിപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലേ എന്ന് പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ സോഡിയം ഡൈക്രോമേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യും. സോ ഫീനോൾ വെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് NO2Cr2O7, സോഡിയം ഡൈക്രോമേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തു. ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്, ഒരു ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു ഡൈ കീറ്റോൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ അതിനെ പറയുന്നത് കോൺജുഗേറ്റഡ് ഡൈ കീറ്റോൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കീറ്റോൺ ഞാനൊന്ന് വരച്ച് കാണിക്കാം. നമുക്ക് ബെൻസിൻ റിംഗ് ഇങ്ങനെ വരും. ബെൻസിൻ റിംഗ് വരുമ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒരു കോൺജുഗേറ്റഡ് ഡൈ കീറ്റോൺ എന്ന് പറഞ്ഞാൽ രണ്ട് CO ഗ്രൂപ്പ് വരണം, എന്നാലല്ലേ ഡൈ കീറ്റോൺ ആവത്തുള്ളൂ, അല്ലേ? അപ്പൊ രണ്ട് CO ഗ്രൂപ്പ് വരുന്നു. സോ ഡബിൾ ബോണ്ട് ബാലൻസ് ചെയ്യണം. ഇങ്ങനെ അപ്പുറം ഇപ്പുറം മാത്രമേ ഡബിൾ ബോണ്ട് വരത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? കോൺജുഗേറ്റഡ് ഡൈ കീറ്റോൺ നമ്മൾ പറയും. നമുക്ക് അങ്ങനെ കോൺജുഗേറ്റഡ് ഡൈ കീറ്റോൺ കിട്ടി. ഇതിന്റെ പേരാണ് ബെൻസോക്യൂനോൺ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഇറ്റ്? ബെൻസോക്യൂനോൺ. So how benzoquinone is prepared? When phenol is treated with sodium dichromate, അല്ലേ? സോഡിയം ഡൈക്രോമേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് ക്രോമിക് ആസിഡ് എന്ന് വേണമെങ്കിലും പറയാം. റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോൺജുഗേറ്റഡ് ഡൈ കീറ്റോൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെ അപ്പുറവും ഇപ്പുറവുമായിട്ട് നമുക്കൊരു ഡബിൾ ബോണ്ട് CO ഗ്രൂപ്പ് വരുന്നു, അല്ലേ? അതിനെ നമ്മൾ ബെൻസോക്യൂനോൺ എന്നാണ് വിളിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? ബെൻസോക്യൂനോൺ. ഓക്കെ, ഈ നമ്മുടെ എയറിന്റെ പ്രസൻസിൽ ഫീനോൾസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ സ്ലോ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. സ്ലോ ആയിട്ട് അവർ ഓക്സിഡൈസ് ചെയ്ത് ഡാർക്ക് കളറിലുള്ള മിക്സ്ചേഴ്സ് ഫോം ചെയ്യും.
ഓക്കെ, അതിലൊരു പാർട്ട് അല്ലെങ്കിൽ അങ്ങനെ മിക്സ്ചേഴ്സ് ഫോം ചെയ്യുന്നതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഓർഗാനിക് കണ്ടന്റ് ആണ് നമ്മുടെ ക്വിനോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞിരുന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് ഫീനോളിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫീനോൾ വെൻ ഓക്സിഡൈസ്ഡ് വിത്ത് ക്രോമിക് ആസിഡ് വിൽ ബി ഗെറ്റിംഗ് കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ ആണ് കിട്ടുന്നത്. ആൻഡ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ബെൻസോക്വിനോൺ. What is it? Benzoquinone. Understood? So dear students, നമ്മൾ ഫീനോളിൻ്റെ റിയാക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ 5 important reactions we discussed. Okay, all these reactions are very very important. നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കണം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞത് ഹാലജനേഷനും അതുപോലെ തന്നെ നൈട്രേഷനും ആയിരുന്നു. അത് ഓർത്തു വെക്കുക, വെരി സിമ്പിൾ റിയാക്ഷനാണ്. അതുപോലെ തന്നെ കോൾബ്സ് റിയാക്ഷൻ പറഞ്ഞു, സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്നതാണ് അല്ലേ. OHന്റെ കൂടെ ഫിനോളിന്റെ ഗ്രൂപ്പിൽ, അതായത് ബെൻസിൻ റിങ്ങിൽ OHും COOHും കൂടി വരുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് കോൾബ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റെയ്മർ-ടേമൻ റിയാക്ഷൻ ആയിരുന്നു. സാലിസിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആയിരുന്നു റെയ്മർ-ടേമൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് the fourth reaction is reaction with zinc dust അല്ലേ, ബെൻസീൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആയിരുന്നു അത് അല്ലേ. ആൻഡ് the fifth one is oxidation reaction അല്ലേ, ഒരു ബെൻസോക്വിനോൺ ഒരു ഡൈകീറ്റോൺ ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആയിരുന്നു. ഓക്കെ, ഓൾ ദീസ് റിയാക്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇപ്പോൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൽക്കഹോളിൻ്റെയും കീറ്റോണിൻ്റെയും കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ആ പോർഷൻ നമ്മൾ ഇവിടം കൊണ്ട് തീരുന്നു. ഓൾ ദ റിയാക്ഷൻസ് വി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. So hope you all understood the reactions clearly. So dear students, next we will discuss some commercially important alcohols. കൊമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൽക്കഹോൾസിനെ പറ്റിയാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. സോ നോർമലി വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഓൺലി 2 ആൽക്കഹോൾസ് വിച്ച് ആർ കൊമേഴ്ഷ്യലി വെരി ഇമ്പോർട്ടൻറ്റ് വിച്ച് ആർ യൂസിങ് ഇൻഡസ്ട്രിയലി. നമുക്ക് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന 2 എണ്ണമാണ്. വൺ ഈസ് മെത്തനോൾ, എല്ലാവർക്കും അറിയാവുന്നതാണ് മെത്തനോൾ അല്ലേ, CH3OH. CH3OH, ദിസ് ഇസ് മെത്തനോൾ. മെത്തനോളിൻ്റെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ മെത്തനോളിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വുഡ് സ്പിരിറ്റ്? മെത്തനോൾ അല്ലേ. സോ മെത്തനോൾ ഈസ് നോൺ ആസ് വുഡ് സ്പിരിറ്റ്. മെത്തനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ അതിനെ വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കാൻ കാരണമുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഡിസ്ട്രക്റ്റീവ്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡിൽ നിന്നാണ്. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് wood. Okay, so why methanol is known as wood spirit? Because it is produced by destructive distillation of wood. Woodന്റെ destructive distillation process വഴിയിട്ടാണ് നമുക്ക് മെത്തനോൾ കിട്ടുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് വുഡ് സ്പിരിറ്റ്. അതുകൊണ്ട് നമ്മൾ അതിനെ വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, സോ നമ്മൾ നോർമലി അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ മോണോക്സൈഡും അതിനകത്ത് അതിലൊരു സ്പെഷ്യൽ കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്ത് നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്താൽ മതി. ഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ആ റിയാക്ഷനാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് മെത്തനോൾ. എങ്ങനെയാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ മെത്തനോളിനെ പ്രിപ്പയർ ചെയ്യുന്നത്? മാനുഫാക്ചർ ഓഫ് മെത്തനോൾ. സോ മെത്തനോൾ എന്ന് പറയുന്നത് CH3OH ആണ്. മെത്തനോളിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സാണ് പറയുന്നത്. CO, എന്താണ് CO? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിനെ നമ്മൾ ഹൈഡ്രോജനേഷൻ നടത്തണം. ഹൈഡ്രോജനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹൈഡ്രോജനേഷൻ നടത്തണം. വെറുതെ ഹൈഡ്രോജനേഷൻ നടത്തിയാൽ പോരാ, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്തണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ വേണം റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡും ക്രോമിയം Cr2O3 ഇവർ രണ്ടും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇൻ പ്രസൻസ് ദ റിയാക്ഷൻ ഓർ ദി
hydrogenation reaction of carbon monoxide should be carried in presence of N O Cr2O3 catalyst. ഈ ഒരു കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെറുതെ കാറ്റലിസ്റ്റിനെ മാത്രം എടുത്താൽ പോരാ. The pressure should be maintained in between 200 to 300 atmosphere ആയിരിക്കണം പ്രഷർ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 573ക്കും 673 കെൽവിനും ഇടയ്ക്കായിരിക്കണം ടെമ്പറേച്ചർ. ഇത്രയും കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ മാനുഫാക്ചർ ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മെഥനോൾ ആയിരിക്കും. So we are discussing about the manufacturing process of methanol. Methanol can be manufactured by the catalytic hydrogenation of carbon monoxide. കാർബൺ മോണോക്സൈഡിനെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രോജനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെഥനോൾ കിട്ടും. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്ത കാറ്റലിസ്റ്റ് എന്താണ്? NO Cr2O3. എന്താണ് പ്രഷർ കണ്ടീഷൻ? 200 to 300 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതുപോലെ തന്നെ 573 to 673 കെൽവിൻ ടെമ്പറേച്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ വി ക്യാൻ ഗെറ്റ് methanol. Okay, CH3OH, that is methanol. നമുക്ക് മെഥനോൾ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മെഥനോളിന്റെ ഒരു നേച്ചർ അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. വിച്ച് ഇസ് ഹൈലി പോയ്സണസ്, അല്ലേ? പോയ്സണസ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആണ് എന്തെന്ന് പറയുന്നത്? മെഥനോൾ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മെഥനോളിനെ യൂസ് ചെയ്യുന്നത്, ഓക്കെ, യൂസസ് ആണ് ഞാൻ പറയുന്നത്. 2-3 പോയിന്റ്സ് ഓർത്തിരുന്നാൽ മതി. യൂസസ് പറയുമ്പോൾ നോർമലി സോൾവെന്റ്, നമ്മളൊരു സോൾവെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പെയിന്റ്സിൽ. ഓക്കെ, പെയിന്റിനൊക്കെ ഒരു സോൾവെന്റ് ആയിട്ട് നമ്മൾ മെഥനോൾ യൂസ് ചെയ്യും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ പെയിന്റ്സ്. ഓക്കെ, സോൾവെന്റ് ഇൻ പെയിന്റ്സ്. പെയിന്റ്സിന്റെ ഒക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു സോൾവെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മെഥനോളിനെ. അതുപോലെ തന്നെ വാർണിഷസിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫോമാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫോമാൽഡിഹൈഡ് HCHO ആണ്. ഫോമാൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ മെഥനോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ യൂസസ് ആണ് പറഞ്ഞത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ പെയിന്റ്സ്, വാർണിഷസ് എക്സെട്ര, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഫോമാൽഡിഹൈഡ്. ഫോമാൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മെഥനോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നൗ വി വിൽ ഡിസ്കസ് ദ സെക്കൻഡ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾ ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആൽക്കഹോൾ ആണ്. ദറ്റ് ഇസ് എത്തനോൾ. ഓക്കെ, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. CH3CH2OH, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? C2H5OH. സോ ദിസ് ഇസ് എത്തനോൾ. ഓക്കെ, സോ എത്തനോളിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. നോർമലി എത്തനോളിനെ നമ്മൾ കോമൺ ആയിട്ട് എത്തനോളിനെ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് സ്പിരിറ്റ് ആണ്. ഓക്കെ, സോ എഥനോൾ ഈസ് കോമൺലി നോൺ ആസ് സ്പിരിറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്രെയിൻ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. എന്താണ്? ഗ്രെയിൻ ആൽക്കഹോൾ. സോ എഥനോൾ ഈസ് കോമൺലി നോൺ ആസ് സ്പിരിറ്റ് ഓർ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രെയിൻ ആൽക്കഹോൾ. ഓക്കെ, സോ സാധാരണ നമ്മൾ ഷുഗറിന്റെ ഫെർമെന്റേഷൻ നടത്തിയാണ് കൊമേഴ്ഷ്യലി നമ്മൾ ഈ പറയുന്ന എഥനോളിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ ആണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ. ഷുഗറിനെ ഫെർമെന്റേഷൻ നടത്തിയാണ് നമുക്കിത് കിട്ടുക. ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ. ഓക്കെ, അപ്പം നമ്മുടെ ഈ മൊളാസസിലും ഷുഗർ കെയിനിലും ഗ്രേപ്സ് പോലുള്ള ഫ്രൂട്ട്സിലും ഒക്കെ ധാരാളം ഷുഗർ കണ്ടന്റ് ഉണ്ട്. അതിനെ എന്ത് ചെയ്യണം? അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. ആദ്യം അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇൻവേർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയാണ് ആ ഒരു റിയാക്ഷൻ നടത്തുന്നത്. അതിനുശേഷം ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെർമെന്റേഷൻ നടത്തുന്നത്. ആ ഫെർമെന്റേഷൻ നടത്താൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? വേറൊരു എൻസൈം യൂസ് ചെയ്യുന്നു. ആ എൻസൈമിന്റെ പേര് സൈമേസ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? എഥനോൾ കിട്ടുക. അപ്പൊ നമ്മൾ ഇനി റിയാക്ഷൻ ഒന്ന് എഴുതാൻ പോവുകയാണ്. സോ നമ്മൾ സൂക്രോസ് എടുക്കാം. C12H22O11. ദിസ് ഇസ് സൂക്രോസ്, അല്ലേ? സൂക്രോസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഹൈഡ്രോളൈസ് ചെയ്യുന്നു. സൂക്രോസിനെ നമ്മൾ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പ്രസൻസിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. അപ്പൊ സൂക്രോസിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്? സൂക്രോസ് ഷുഡ് ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി കൺവേർട്ട് ചെയ്യണം. ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും സെയിം മോളിക്കുലർ ഫോർമുലയാണ്. C6H12O6 ആണ്. സോ വൺ ഈസ് ഗ്ലൂക്കോസ് ആൻഡ് ദ അതർ വൺ ഈസ് ഫ്രക്ടോസ്.
ഓക്കെ, അപ്പൊ സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഹൈഡ്രോളിസിസ് ആണ് നടത്തേണ്ടത്. ഓക്കെ, സോ സൂക്രോസ് ഫസ്റ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം ആൻഡ് ദ നെയിം ഓഫ് ദിസ് എൻസൈം ഈസ് ഇൻവെർട്ടേസ്. ഈ എൻസൈമിന്റെ പേരെന്താണ്? ഇൻവെർട്ടേസ് എന്നാണ് ഈ എൻസൈമിന്റെ പേര്. ഓക്കെ, so the name of the enzyme is invertase. അപ്പോൾ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പ്രസൻസിൽ നടത്തി ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റി. ഇനി ഈ ഗ്ലൂക്കോസിനെയോ ഫ്രക്ടോസിനെയോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയാണ് നമ്മൾ ആൽക്കഹോളാക്കി ഫെർമെന്റേഷൻ പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. സോ ഏതെങ്കിലും ഒരു മോളിക്യൂൾ നമ്മൾ എടുത്തു, C6H12O6. ഓക്കെ, when it is treated with another enzyme, നമ്മൾ സൈമേസ് എന്ന് പറയുന്ന വേറൊരു എൻസൈം, ഈ എൻസൈം നമ്മൾ എടുത്തു, ഈ എൻസൈമായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഇറ്റ് വിൽ അണ്ടർഗോ ഫെർമെന്റേഷൻ. ഓക്കെ, സോ ഗ്ലൂക്കോസ് ഓർ ഫ്രക്ടോസ് ഇറ്റ് അണ്ടർഗോസ് ഫെർമെന്റേഷൻ ഇൻ പ്രസൻസ് ഓഫ് എൻ എൻസൈം. ഒരു എൻസൈമിന്റെ പ്രസൻസിലായിരിക്കും റിയാക്ഷൻ നടത്തുന്നത്. ആ എൻസൈമിന്റെ പേരാണ് എന്ത്? സൈമേസ് എന്ന് പറയുന്നത്. സൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് 2 molecules ഓഫ് C2H5OH കിട്ടും. വാട്ട് ഈസ് C2H5OH? എത്തനോൾ. എന്താണ് കിട്ടുന്നത്? എത്തനോൾ പ്ലസ് 2CO2 കിട്ടും. ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. സോ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ ഹൗ ദ എത്തനോൾ ഈസ് മാനുഫാക്ചർഡ്. ഓക്കെ, എഥനോളിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് പറഞ്ഞത്. എഥനോളിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ ആണ് ചെയ്യുന്നത്. ഷുഗറിനെ ആദ്യം നമ്മൾ ഇപ്പം മൊളാസിസിൽ അല്ലെങ്കിൽ ഷുഗർ കെയിനിലോ ഒക്കെയുള്ള ഷുഗറിനെ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രാക്ടോസ്. ആദ്യം നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് എന്താക്കണം? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രാക്ടോസ് ആക്കണം. അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസോ ഫ്രക്ടോസോ ആക്കുക. അത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എൻസൈമിന്റെ ഹെൽപ്പോടുകൂടി അങ്ങനെ ആക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദ നെയിം ഓഫ് ദാറ്റ് എൻസൈം ഈസ് ഇൻവെർട്ടേസ്. ഓക്കെ, ആൻഡ് ദോസ് ഗ്ലൂക്കോസ് ഓർ ഫ്രാക്ടോസ് ഷുഡ് ബി അണ്ടർഗോ ഫെർമെന്റേഷൻ പ്രോസസ്. ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം. ആൻഡ് ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ദ ഫെർമെന്റേഷൻ പ്രോസസ് നമ്മൾ വേറൊരു എൻസൈമാണ് യൂസ് ചെയ്യുന്നത്. ആ എൻസൈമിന്റെ പേരാണ് സൈമേസ്. എന്താണ്? സൈമേസ്. അങ്ങനെ സൈമേസിന്റെ പ്രസൻസ് റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഥനോൾ കിട്ടും. ഓക്കെ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾ. ഓക്കെ, കൊമേഴ്ഷ്യലി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആണ്. ഈ ഇൻവെർട്ടേസും സൈമേസും നമ്മൾ ഈസ്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 എൻസൈംസ് ആണ്. അത് ഞങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, സൈമേസും ഇൻവെർട്ടേസ് ഈസ്റ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫെർമെന്റേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. ഫെർമെന്റേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? അനൈറോബിക് കണ്ടീഷൻ ആയിരിക്കണം അല്ലേ? anaerobic condition ആയിരിക്കണം. what do you mean by anaerobic condition? absence of air. എയറിന്റെ ആബ്സെൻസ്, അതായത് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനഎറോബിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഫെർമെന്റേഷൻ ഈസ് ഓൾവേസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അനഎറോബിക് കണ്ടീഷൻ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പിന്നെ ഫെർമെന്റേഷൻ നടക്കത്തുള്ളൂ. എയർ കയറിയാൽ എന്ത് സംഭവിക്കും? ഇഫ് എയർ ഗെറ്റ്സ് ഇൻ ടു ഫെർമെന്റേഷൻ മിക്സർ, നമ്മുടെ ഈ ഫെർമെന്റേഷൻ മിക്സറിനകത്തോട്ട് എയർ കയറിയാൽ എയറിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്തിട്ട് എഥനോളിനെ എന്താക്കി മാറ്റുമെന്നറിയാവോ? എഥനോൾ C2H5OH അല്ലേ എഥനോൾ. ഈ എഥനോളിനെ എത്തനോയിക് ആസിഡ് ആക്കി മാറ്റും. വാട്ട് ഈസ് എത്തനോയിക് ആസിഡ്? CH3COOH അല്ലേ? എത്തനോളിനെ എത്തനോയിക് ആസിഡ് ആക്കി മാറ്റും, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് അസിറ്റിക് ആസിഡ്. അങ്ങനെ എത്തനോളിനെ എത്തനോയിക് ആസിഡ് ആക്കി മാറ്റും. അങ്ങനെ എത്തനോയിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ ഈ ആൽക്കഹോളിന്റെ ടേസ്റ്റ് എന്ത് ചെയ്യും? നഷ്ടപ്പെടാനായിട്ട് ഇടയാകും. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഫെർമെന്റേഷൻ പ്രോസസ് ഇസ് ഓൾവേസ് ക്യാരിങ് ഔട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ക്ലിയർ?